വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2027 ജൂലൈ ബാച്ചിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2027 ബാച്ചിന്റെ ജൂലൈ 2027 ബാച്ചിന്റെ രജിസ്ട്രേഷന്റെ ടൈമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയറിൽ തുടർന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ID കാർഡ്, അതുപോലെ തന്നെ സ്റ്റഡി സെന്ററിലോട്ടുള്ള സീറ്റ് അവൈലബിലിറ്റി, പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ തന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സർവീസസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അത് മാത്രമല്ല, പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോൺ നമ്പറും ആധാർ കാർഡും ലിങ്ക് ചെയ്യാന്നുള്ളത്. അപ്പം ഫോൺ നമ്പർ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ്റെ ടൈമിൽ OTP കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആരും തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാതിരിക്കരുത്. പ്രോപ്പർ ടൈമിൽ, അതായത് യൂണിവേഴ്സിറ്റി പറയുന്ന ടൈമിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇഗ്നോയുടെ ID കാർഡ് കിട്ടത്തുള്ളൂ. അതായത് നിങ്ങൾ ഈ ഒരു ഇഗ്നോയുടെ സ്റ്റുഡൻ്റ് ആയി മാറുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പറഞ്ഞ ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏത് ഡേറ്റ് ആണോ പറയുന്നത് ആ ഒരു ഡേറ്റിനുള്ളിൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. ഒരു കാരണവശാലും രജിസ്ട്രേഷൻ മിസ്സാക്കരുത്. കാരണം നിങ്ങളിപ്പോൾ ഇഗ്നോയിലേക്ക് അഡ്മിഷൻ എടുത്തു എന്ന് കരുതിയിട്ട് നിങ്ങൾ ആ ഒരു ഇഗ്നോയുടെ സ്റ്റുഡൻ്റ് ആവുന്നില്ല. മറിച്ച് ഈ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇഗ്നോയുടെ കംപ്ലീറ്റ് സർവീസസ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എക്സാം ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനുള്ളതും ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് ABC ID ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ABC ID എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്